മിനിസോട്ടയിലെ മിനിയാപോളിസിൽ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാർ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ വലിയ ചർച്ചയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു സ്ത്രീ കാറിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഈ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വന്നത്. ഈ ഏജന്റുമാർ പ്രക്ഷോഭകർക്ക് നേരെ തോക്കുകൾ ചൂണ്ടുകയും രാസവസ്തുക്കൾ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കാറുകളുടെ ചില്ലുകൾ തകർക്കുകയും അതിലുണ്ടായിരുന്നവരെ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭകരുമായി ഏറ്റുമുട്ടുകയും അവരെ തള്ളിയിടുകയും ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ നടപടികൾ ആവശ്യമാണെന്നാണ്. എന്നാൽ ഈ നടപടികൾ പ്രക്ഷോഭകരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നതും സ്ഥിതി വഷളാക്കുകയാണ്. മിനിയാപോളിസിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ പ്രതിഷേധങ്ങൾക്കിടയിൽ ഫെഡറൽ സർക്കാർ തങ്ങളുടെ അധികാരം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലെ ഒരു വലിയ മാറ്റത്തെയാണ് കാണിക്കുന്നത്. സാധാരണയായി പ്രാദേശിക പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇമിഗ്രേഷൻ ഏജന്റുമാരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പ്രാദേശിക പോലീസിന് വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും സംഘർഷങ്ങൾ ലഘൂകരിക്കാനും കൂടുതൽ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇമിഗ്രേഷൻ ഏജന്റുമാർക്ക് അത്തരം പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. വിദഗ്ധർ പറയുന്നത് ഈ രീതി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് പ്രക്ഷോഭങ്ങളെ കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുമെന്നുമാണ്. ഈ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത് ഡിസംബർ ആദ്യം ട്രംപ് ഭരണകൂടം ആരംഭിച്ച വലിയ ഇമിഗ്രേഷൻ നടപടികളുടെ ഭാഗമായാണ്. ഇതിന്റെ ഭാഗമായി ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പുകളിൽ നിന്നുള്ള 2000-ലധികം ഉദ്യോഗസ്ഥരെ മിനിയാപോളിസ് സെന്റ് പോൾ പ്രദേശത്തേക്ക് അയച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും സാധാരണയായി അറസ്റ്റ് ചെയ്യുക, നാടുകടത്തുക, ക്രിമിനൽ അന്വേഷണങ്ങൾ നടത്തുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവരാണ്. അല്ലാതെ ജനകീയ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കുന്ന ജോലികൾ ചെയ്യുന്നവരല്ല. കഴിഞ്ഞ ആഴ്ച റെനിഗുഡ് എന്ന 37-കാരിയെ ഒരു ഇമിഗ്രേഷൻ ഏജന്റ് വെടിവെച്ച് കൊന്ന സംഭവത്തോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. തന്റെ വാഹനം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് വെടിവെച്ചതെന്ന് ഫെഡറൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ സംഭവം ഫെഡറൽ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. തിങ്കളാഴ്ച അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഓഫ് മിനസോട്ട ഒരു ഫെഡറൽ ജഡ്ജിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 താമസക്കാരുടെ പേരിൽ ഫയൽ ചെയ്ത കേസിൽ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഫെഡറൽ ഏജന്റുമാരുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും പ്രത്യേകിച്ച് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും ഭീഷണിയില്ലാത്ത വ്യക്തികൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നതിനും നിയമപരമായി വീഡിയോ എടുക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നതിനും നിയന്ത്രണം വേണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും ഇമിഗ്രേഷൻ അറസ്റ്റുകളുമായി ബന്ധപ്പെട്ട സാധാരണ രീതികളല്ല എന്ന് മുൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ സാറ സൽദിയ പറഞ്ഞു. 2017 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യകാലത്ത് ഈ സ്ഥാനമൊഴിഞ്ഞ സാറ സൽദിയ ഏജൻസി ഇപ്പോൾ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. തൻ്റെ കാലത്ത് ആളുകൾ അറസ്റ്റുകൾ നിരീക്ഷിക്കുകയോ ഉദ്യോഗസ്ഥരെ ചിത്രീകരിക്കുകയോ ചെയ്യുമ്പോൾ അവരുമായി എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ലഭിച്ചിരുന്നു. എന്നാൽ വലിയ ജനക്കൂട്ടത്തെയോ പ്രതിഷേധങ്ങളെയോ നേരിടേണ്ട സാഹചര്യം അവർക്ക് വളരെ കുറവായിരുന്നു. ഇത് വ്യത്യസ്തമാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഏജൻസി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മുകളിൽ നിന്നുള്ള ഈ ആക്രമണപരമായ സമീപനമാണ് ഇതിനെല്ലാം കാരണമെന്നും അവർ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കരോളിനയിലെ ക്രിമിനൽ ജസ്റ്റിസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇയാൻ ആഡംസ് പറയുന്നത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയുള്ള പരിശീലനം കൂടുതലും പ്രാദേശിക തലത്തിലാണ് നടക്കുന്നത്. വലിയ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ പൊതു ക്രമസമാധാന വിഭാഗങ്ങൾ ഇതിനായി ഉണ്ടാകും. സാധാരണയായി ICE ഉദ്യോഗസ്ഥർക്ക് പൊതു ക്രമസമാധാന തന്ത്രങ്ങളെക്കുറിച്ചോ നിയന്ത്രണങ്ങളെക്കുറിച്ചോ വലിയ പരിചയമുണ്ടാകാൻ സാധ്യതയില്ല എന്നും ആഡംസ് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ട്രീഷ്യ മക്ലോനിൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ICE ഉദ്യോഗാർത്ഥികൾക്ക് 8 ആഴ്ചത്തെ വിപുലമായ പരിശീലനം നൽകുന്നുണ്ടെന്നും അതിൽ സംഘർഷം മാനേജ്മെന്റും സംഘർഷ ലഘൂകരണവും ഉൾപ്പെടുന്നുവെന്നുമാണ്. പല ഉദ്യോഗാർത്ഥികളും സൈനികരായി വിരമിച്ചവരാണെന്നും ഏകദേശം 85% പേർക്ക് മുമ്പ് നിയമപാലകരായി ജോലി ചെയ്ത പരിചയമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. എല്ലാ ICE ഉദ്യോഗാർത്ഥികളും ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റ് ട്രെയിനിങ് സെന്ററിൽ മാസങ്ങളോളം കഠിനമായ പരിശീലനത്തിനും തെരഞ്ഞെടുപ്പിനും വിധേയരാകുന്നു. അവിടെ അവർക്ക് സംഘർഷ ലഘൂകരണം മുതൽ തോക്കുപയോഗം, ഡ്രൈവിംഗ് പരിശീലനം വരെ എല്ലാം പഠിപ്പിക്കുന്നു. ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസ് ഉദ്യോഗസ്ഥർക്ക് 100 ദിവസത്തിലധികം പ്രത്യേക പരിശീലനം ലഭിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്രിമിനോളജി പ്രൊഫസർ എഡ് മഗ്വയർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട നിയമപാലകരുടെ പരിശീലനത്തെക്കുറിച്ചും ധാരാളം എഴുതിയിട്ടുണ്ട്. ICE ഉദ്യോഗസ്ഥരുടെ നിലവിലെ പരിശീലന രീതികൾ താൻ കണ്ടിട്ടില്ലെന്നും സമീപകാല ഫെഡറൽ ഉദ്യോഗസ്ഥരുടെ പരിശീലന സാമഗ്രികൾ പരിശോധിച്ചിട്ടുണ്ടെന്നും അത് ഭയാനകമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.